ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ നോമ്പിൻ്റെ 23-ാം ദിവസമായ ഇന്ന് സഭയായി ചിന്തിക്കുവാൻ തന്ന വിഷയം നിത്യതയുടെ ഇടുക്കുവാതിൽ, ദ നാരോ ഡോർ ഓഫ് എറ്റേണിറ്റി. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം കേൾക്കുന്ന അടിയങ്ങൾക്ക് ഒരു രൂപാന്തരത്തിന് നിമിത്തമായി ഈ വിശുദ്ധ നോമ്പിൻ്റെ കാലം മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് നിത്യതയുടെ ഇടുക്കുവാതിൽ എന്ന വിഷയത്തിൽ തന്നിരിക്കുന്ന വേദഭാഗം. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇത് യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ ഉപസംഹാരവും കൂടിയാണ്. ഇവിടെ ഇടുക്കുവാതിൽ, വീതിയുള്ള വാതിൽ, ഞെരുക്കമുള്ള വഴി, വീതിയുള്ള വഴി എന്നീ 2 വാതിലുകളെക്കുറിച്ചും വഴികളെക്കുറിച്ചും യേശു തമ്പുരാൻ പറയുന്നു. ഈ 2 വഴികളിലും സഞ്ചരിക്കുന്നവർ ചുരുക്കമെന്നും അനേകരെന്നും 2 കൂട്ടരെക്കുറിച്ചും പറയുന്നു. ഒരു വഴിയുടെ അവസാനം നാശത്തിലേക്കും മറ്റൊരു വഴിയുടെ അവസാനം ജീവങ്കലേക്കുമാകുന്നു. ഈ 2 വഴികൾ ഏതാണ്? വചനം കേട്ടിട്ട് അനുസരിക്കുന്നവരെയാണ് ഇടുക്കവും ഞെരുക്കവും എന്ന് പറയുന്നത്. എന്നാൽ വചനം കേൾക്കുക മാത്രം ചെയ്യുകയും ലോകത്തിൽ ആശ്രയിക്കുകയും വിശാലമായി ജീവിക്കുകയും ചെയ്യുന്നവരാണ് മറ്റൊരു വഴി. കർത്താവ് നമ്മോട് പറയുന്നു, കർത്താവുമായുള്ള ബന്ധത്തിൽ ദൈവരാജ്യത്തിലേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അങ്ങോട്ടുള്ള യാത്രയിലെ വഴി ഇടുക്കവും ഞെരുക്കവുമുള്ളതാണ്. പക്ഷേ അവസാനമെന്ന് പറയുന്നത് നിത്യജീവനാണ്. യേശു തന്നെയാണ് വാതിലും വഴിയും. കർത്താവ് പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വഴി ഇടുക്കവും ഞെരുക്കവുമാണെങ്കിലും കർത്താവ് നമുക്കൊരു ഉറപ്പ് നൽകുന്നത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം തേജസ്സിൻ്റെ നിത്യഘനം പ്രാപിക്കാനായിട്ടാണ്. യേശുവാകുന്ന വാതിലിലൂടെ കയറി യേശുവാകുന്ന വഴിയിലൂടെ പോയാൽ മാത്രമേ നാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തൂ. ഈ വഴിയിലൂടെ പോകുന്ന ആൾക്കാർ വിശാല വഴിയിലൂടെ പോകുന്ന ആൾക്കാരെക്കാൾ ചുരുക്കമാണ്. ഒരുപാട് പേരെ ദൈവം വിളിക്കുന്നു, പക്ഷേ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചുരുക്കമാണ്. ദൈവം വിളിക്കുന്നുണ്ട്, പക്ഷേ പലർക്കും മനസ്സില്ല. എന്തെല്ലാം കഷ്ടപ്പാടുണ്ടാവുകയാണെങ്കിലും ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വഹിക്കുന്ന ദൈവമാണ്. ഇത് വിശ്വസിക്കാൻ കഴിയുന്നവന് അവൻ്റെ മുമ്പിൽ എത്ര വലിയ ഇടുക്കവും ഞെരുക്കവും വന്നാലും ഭാരമില്ല. അവനെ കൈകളിൽ വഹിക്കാൻ തമ്പുരാനുണ്ടെന്നുള്ള ഒരു ഉറപ്പ് അവനെ സന്തോഷിപ്പിക്കുന്നു. ദാവീദ് പറഞ്ഞത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, അവന് മുട്ടുണ്ടാകുകയില്ല. വിശുദ്ധ നോമ്പിൻ്റെ ഈ സമയത്ത് വാതിലും വഴിയും ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കാനും അതിലൂടെ നിത്യജീവൻ പ്രാപിപ്പാനും നമ്മെ വലിയവനായ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.